നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? ഒരു കള്ളനും വിശ്വാസവഞ്ചന ചെയ്യില്ല, പക്ഷെ താനത് ചെയ്തു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കുകയല്ല. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? അഭ്യാസം എടുത്തോണ്ടല്ല അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധോ? എന്തിന്? അയ്യോ, അധികം പാവം കളിക്കില്ലേ. നിന്നെ പ്രശ്നത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടുക. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. കള്ളനവൻ പെരുങ്കള്ളൻ. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത്? ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ അറിയാതെ അമ്മാവന്റെ 5 ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ, അല്ലടോ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴാൻ ചോദിച്ചോണ്ടിരുന്നോ? കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ? ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ.